പോവാൻ നേരത്ത് ഈ വാച്ച് അണ്ണന് തന്നിട്ട് പോകണം. ഇത് തരാൻ പറ്റൂല. ഇത് എന്റെ അറിവ് എനിക്ക് സമ്മാനം തന്നത്. തള്ളല്ലേ മോനെ, നിന്റെ തള്ളിന് ഒരു കുറവില്ലല്ലോടോ. പിന്നെ നീ അടുത്ത മാസമല്ലേ പോണത്? അതെ. ചെന്നിറങ്ങിയ ഉടനെ ഞാൻ പറഞ്ഞ ആ റോയൽ മിറാജിന്റെ സ്പ്രേ എനിക്ക് എത്തിച്ചു തരണം. അത് നല്ല വിലയാണല്ലോ. പിന്നെ നിനക്കൊക്കെ അവിടെ നല്ല പൈസ അല്ല. അതുപോലെ യാഡ്ലിയുടെ 3 സോപ്പും കൂടെ കൊടുത്തു വിടണം. ഒരെണ്ണം കൊടുത്ത് വിടരുത് കേട്ടാ, പറഞ്ഞില്ലെന്നാണ്. വണ്ടി വണ്ടി എടുത്തു പോയണം ചേട്ടാ. ഓട് പിടിയോനെ. നീ ഇവിടുന്ന് വണ്ടി ഇറക്കി കൊണ്ടുപോയ ആ നിമിഷം ഞാൻ അറിഞ്ഞായിരുന്നു. എന്തിനാ എന്നെ വിളിച്ചാ? എന്തെങ്കിലും പറഞ്ഞാ? എന്ത് പറയാറുന്നത്? മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിറക്കണേ നടക്കണമെന്ന് കരുതി. നീ ആ വണ്ടി എടുത്തോട്ട് കരുതി. ഞാൻ ലക്ഷത്തിൽ ബുള്ളറ്റ് ഓടിച്ചോനെ. മര്യാദക്ക് അട ഓടിച്ചത്. എല്ലാ ദിവസവും തൂക്കവും തുടക്കമൊക്കെ ചെയ്യായിരുന്നു. ഹെൽമെറ്റ് ഇല്ലാതെ 3 എണ്ണത്തിനെ വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് റോഡിനകത്ത് തിരുവാരാളി ഇറക്കിയായിരുന്നു. ആ പോലീസുകാരൻ എനിക്ക് ഫോട്ടോ അയച്ചു തന്നു. ഒരു മര്യാദ ഇല്ലാതായി പിള്ളേർക്ക്. സത്യം പറ, നീ അത് വിറ്റ? പറ. ഞാൻ വിറ്റടാ, വിറ്റ്. എനക്കൊല്ലം ചെയ്യണമെങ്കിൽ പിന്നെന്തോന്നടി? പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ മുതൽ ഇവ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യന് സാഹചര്യം കൊണ്ടൊരു അബദ്ധം സംഭവിച്ചു പോയി എന്ന് പറഞ്ഞ് പിന്നെ ഇങ്ങനെയുണ്ടോ ഒരുത്തൻ? അതെ, നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. ഞാൻ ആ വണ്ടിയുടെ വില എത്ര നീ പറ, അതിന്റെ പകുതി പൈസ അങ്ങ് തരാം. എനിക്ക് വേണ്ട, എനിക്ക് വേറെ വണ്ടി വേണ്ട, എനിക്ക് എന്റെ വണ്ടി തന്നെ വേണം. ആ വണ്ടിയൊന്നും തരാൻ പറ്റൂല. ഒരാഴ്ചക്കൊക്കെ എന്റെ വണ്ടി കിട്ടിയില്ലെങ്കിൽ എന്റെ വീട്ടിന്റെ മുമ്പായിരുന്ന വണ്ടി മോട്ടിച്ചെന്ന് പറഞ്ഞ അതിനകത്തിട്ട് മട്ടൻ ഞാൻ ചോട്ട് പിടിക്കേ. കനക നീ ഒന്ന് മറ്റേ CCTV-യിലൊക്കെ എല്ലാം പതിഞ്ഞിട്ടുണ്ടല്ലോ. ആ ചെറുക്കന്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ടല്ലോ. കിട്ടും കനക നിന്റെ വണ്ടി. കനക നിന്റെ വണ്ടി കിട്ടും. അത്രയും പോരെ നിനക്ക്? ഞാൻ എല്ലാ പള്ളിയിലും നേർച്ച നേർന്നിട്ടുണ്ടോ. നിന്റെ വണ്ടി കിട്ടും. അവന്റെ വണ്ടിയാ? അതങ്ങനെ അവന്റെ വണ്ടിയാവും? അത് അമ്മയുടെ വണ്ടി, എനിക്ക് ഇവിടെ അവകാശപ്പെട്ട വണ്ടി. എന്താ ഞാൻ അമ്മയെ അമ്മാവനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. വണ്ടി കിട്ടിയോണ്ടല്ലേ നീ വിവരം അറിയില്ല. പിന്നെ വിളിച്ചിട്ട് പടയാ. നിങ്ങൾക്ക് വേറെ ആർക്കും വണ്ടിയില്ല. ഞാൻ ആവർത്തിച്ച് നിങ്ങളോട് പറഞ്ഞു, എന്റെ കറച്ചട്ടിയും പൊട്ടിച്ച് നിങ്ങൾ ഈ അഹങ്കാരം മുഴുവൻ ഇവിടെ കാണിച്ചപ്പോ ഞാൻ പറഞ്ഞോ നിങ്ങൾക്ക് കിട്ടും കിട്ടുന്ന്. ഇപ്പൊ കിട്ടിയോ? വേഗം മലയാറ്റൊരു മുത്തപ്പന് നേർച്ച നേര്. അവിടെ മല എഴഞ്ഞു കേറിക്കോളാം. ഒന്നാവൂല. നിങ്ങൾ അവന്റെ അടി മേടിച്ച് നട്ടലൊടിഞ്ഞ് ഇവിടെ കിടക്കും. കിട്ടണ മേടിച്ചു തന്നിട്ട് നീ അടി സാധനത്തിനെ പറഞ്ഞ ആറ് മനസ്സിലാവോ? താങ്കളെ പെങ്ങളെ എല്ലാം കൂടെ എന്നെ ഭരിക്കാൻ വരെയാണ്. എന്റെ ഡാഡി പറയണമെന്നുണ്ടെന്ന് തോന്നല്ലേ, എനിക്ക് ഇച്ചിരി അതുകൊണ്ടും കൂടി വരെയാണ് കേട്ടോ. എൻ്റെ മലയാറ്റൊരു മുത്തപ്പ, അറിഞ്ഞും അറിയാതെ ഇപ്പം തന്നെ ഞാൻ ഒരുപാട് കുരിശ് ചുമക്കണുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഈ കുരിശും കൂടെ ചുമക്കാൻ വയ്യ. ഞാൻ മുട്ടയിലെഴഞ്ഞോ കുരിശ് ചുമന്നോ ഞാൻ എങ്ങനെയെങ്കിലും മല കയറിക്കോളാം. എങ്ങനെയെങ്കിലും ഈ വായി നോക്കിയൊരു വണ്ടി ഒന്ന് കണ്ടെത്തിത്താ.